ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ലഭിക്കുക. ഈ സമയത്ത് നമ്മുടെ ചുറ്റുപാടിൽ പ്രകാശവും സന്തോഷവും പരത്താൻ നമുക്ക് കഴിയണം. എന്നാൽ പലപ്പോഴും നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ ഇരുണ്ട വശമായിരിക്കും. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വൃദ്ധനെ സന്ദർശിക്കുന്നതായിട്ട് വിചാരിക്കുക. കുശലാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, എന്താ സുഖമാണോ? എന്ത് സുഖമാണ് കുഞ്ഞെ? വൃദ്ധൻ തൻ്റെ പരാതികളുടെയും പരിഭവങ്ങളുടെയും പട്ടിക നിരത്താൻ തുടങ്ങും. മുട്ടിൻ്റെ വേദനയിലായിരിക്കും തുടക്കം. അവിടെ വേദന, ഇവിടെ വേദന, നടക്കാൻ പറ്റുന്നില്ല, കണ്ണിൻ്റെ കാഴ്ച മങ്ങി, വായിക്കാൻ പറ്റുന്നില്ല, പ്രമേഹത്തിന് 2 നേരം കുത്തിവെക്കണം, പണ്ടത്തെ പോലെ ഭക്ഷണത്തിന് യാതൊരു രുചിയുമില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല. ഇങ്ങനെ പോകും പരാതികൾ. വിഷയമൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചാൽ അയാളുടെ പരാതി മറ്റു മേഖലകളിലേക്ക് കടക്കും. റേഷനറി നിറയെ കല്ലാണ്, അതുകൊണ്ട് ഒരു പിടി ചോറുണ്ണാൻ പോലും സാധിക്കുന്നില്ല. രാത്രി ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ കൊതുകിൻ്റെ ശല്യവുമാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഇരുണ്ട വശമല്ലാതെ മറ്റൊന്നും അയാൾക്ക് പറയാനുണ്ടാവില്ല. ജീവിതം സന്തുഷ്ടമാക്കാനായിട്ട് എന്ത് ചെയ്യണം? ആരോടും നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തരുത്. ആകുല ചിന്തയിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കുക. ലളിതമായി ജീവിക്കുക, മറ്റുള്ളവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതിരിക്കുക. ആവോളം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക. സ്വാർത്ഥത മറന്ന് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കുക. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്യുക. ഇപ്രകാരമൊക്കെ ഒരാഴ്ച ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ കണ്ടുവരണം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.